Hello guys, welcome back to another video of Mechanic Vlogger. Now guys, this is 2008 model Wagon-R. This is clutch race problem in the garage. Now we will test drive it. We will front suspension sound. Now we will test drive it. We will repair it. We will test drive it. We accelerate വണ്ടി പോവാത്ത അവസ്ഥ RPM കൂടുന്നുണ്ട് എഞ്ചിന്റെ സ്പീഡ് കൂടുന്നുണ്ട് പക്ഷേ നമുക്ക് കാണാൻ കഴിയും വണ്ടി പോകുന്നില്ല ഇതിന്റെ ക്ലച്ചിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നല്ലേ അതെ നമുക്ക് ഇനി ഗാരേജിൽ പോയിട്ട് ഇതിന്റെ ആവശ്യമുള്ള പാർട്സ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ക്ലച്ച് ചേഞ്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ ഗാരേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു ഗിയർ ബോക്സിലുള്ള എർത്ത് വയർ റിമൂവ് ചെയ്യാം കൂളൻ്റ് ഡ്രെയിൻ ചെയ്യാം ഈ ഹോസ് റിമൂവ് ചെയ്യാം ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യാം ആക്സിൽ രണ്ട് സൈഡിലെയും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് എൻജിൻ മൗണ്ടിംഗ് ആണ് റിയർ എൻജിൻ മൗണ്ടിംഗ് ആണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് റിയർ എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ജാക്ക് എൻജിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗിയർ ബോക്സ് സൈഡ് എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഗിയർ പുറത്തെടുക്കാം ഇനി ക്ലച്ചാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കും ക്ലച്ച് ഡിസ്ക് തേയ്മാനം സംഭവിച്ചാണ് നമ്മൾ കണ്ട റേസിങ്ങും അതുപോലെ തന്നെ കാറിൻ്റെ പുള്ളിങ്ങും കുറവാനുള്ള കാരണം അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ക്ലച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയ ക്രാങ്ക് സെയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ വീൽ പൈലറ്റ് ബെയറിംഗ് ആണ് ഫ്ലൈ വീൽ ഇൻസ്റ്റാൾ ചെയ്യാം ഗിയറെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിലീസ് ബെയറിങ്ങും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പാർട്സ് എല്ലാം മേടിച്ചിട്ടുണ്ട് എല്ലാം MGP തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം റിലീസ് ബെയറിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയാണ് ക്ലച്ച് അസംബ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം ഗിയർ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ക്ലച്ച് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു
കൂടാതെ നമ്മൾ കുറച്ച് വർക്കും കൂടി ഇതിന് ചെയ്തിട്ടുണ്ട്. അതായത് എൻജിൻ മൗണ്ടിങ്, അതുപോലെ തന്നെ ബെൽറ്റ്, ടൈമിംഗ് ബെൽറ്റ്, എയർ ഫിൽറ്റർ, കൂളൻ്റ്, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ എന്തായാലും നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞതല്ലേ, നമുക്കൊന്ന് ഓടിച്ച് നോക്കുകയും ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ചേഞ്ച് ചെയ്ത പാർട്സ് എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയും പാർട്സാണ് നമ്മൾ ഈ കാറിൽ ചേഞ്ച് ചെയ്തത്. ഞാൻ ഫ്യൂൽ ഫിൽറ്ററും അതുപോലെ തന്നെ ബാൻഡ് സ്റ്റാർ ബുഷസും പറയാൻ വിട്ടുപോയി. സ്റ്റിയറിങ്ങിൻ്റെ ഡാമ്പർ പാഡും കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ക്ലച്ച് സ്ലിപ്പായി വരുന്ന റേസിംഗ് എല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. കൂടാതെ നമ്മളിതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ച് വളരെ ഫ്രീ ആണിപ്പോൾ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സസ്പെൻഷൻ്റെ വർക്ക്സ് എടുത്തുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ.